നമസ്കാരം. തമിഴ്നാട് ഗവൺമെന്റ് 2 കോടിയോളം ചിലവ് വരുന്ന ഒരു പുതിയ പദ്ധതി തമിഴകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വികസനത്തിനോ വിദ്യാഭ്യാസത്തിനോ ശാസ്ത്രബോധം വളർത്താനോ വേണ്ടിയാണ് DMK സർക്കാർ ഇത്ര വലിയ ഒരു തുക ചിലവഴിക്കുന്നത് എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മറിച്ച് ആത്മീയതയ്ക്ക് വേണ്ടിയാണ് വലിയ ഒരു തുക DMK സർക്കാർ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. മുതിർന്ന പൗരന്മാരെ സൗജന്യമായി തമിഴകത്തെ മുരുക ക്ഷേത്രങ്ങളിൽ എത്തിക്കാനാണ് DMK സർക്കാർ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 200-ലധികം വരുന്ന മുരുക ഭക്തർ അറുപടെ വീട് എന്നറിയപ്പെടുന്ന 6 മുരുക ക്ഷേത്രങ്ങളിൽ ഇതിനോടകം തന്നെ സന്ദർശനം നടത്തിയിട്ടുമുണ്ട്. ഞായറാഴ്ചയായിരുന്നു ഇവരുടെ ആദ്യ ബാച്ച് പുറപ്പെട്ടത്. 60-70 വയസ്സിനിടയിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. 6 മുരുക ക്ഷേത്രങ്ങളിലേക്കാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. തിരുപ്പൻകുന്றம், തിരുച്ചെന്തൂർ, പഴനി, സ്വാമിമല, തിരുത്തണി, പഴമുതിർ ചോല എന്നീ ക്ഷേത്രങ്ങളിലേക്കാണ് തമിഴ്നാട് സർക്കാർ തന്നെ സൗജന്യമായി ഭക്തരെ എത്തിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു വെറും യാത്ര മാത്രമല്ല, മറിച്ച് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവർക്ക് ആവശ്യമായ ടൂത്ത് ബ്രഷും പേസ്റ്റും അതിനോടൊപ്പം ടവലും ഒക്കെ അടങ്ങുന്ന കിറ്റുകൾ പോലും മന്ത്രി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. മോദിക്കെതിരെ ഒരു വലിയ ആയുധമാക്കി ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ള കാര്യം ഹിന്ദുത്വ കാർഡ് തന്നെയാണ്. അത് ഏറ്റവും അധികം തവണ വിമർശന വിധേയമാക്കിയിട്ടുള്ളതാവട്ടെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള DMK സർക്കാരും. നമുക്കറിയാം, DMKക്ക് എപ്പോഴും ഒരു മതേതരത്വ മുഖമുണ്ട്. അവർ എപ്പോഴും ആത്മീയതയിലേക്കാൾ ഉപരി ശാസ്ത്രബോധത്തിലൊക്കെ പിന്തുടരുന്ന അല്ലെങ്കിൽ കൂടുതലും യുക്തിവാദവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതേ യുക്തിവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയതയിലൂടെ വേണം മുന്നോട്ട് വളരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ DMK സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ മുരുക ക്ഷേത്രങ്ങളിലേക്കും മറ്റും സൗജന്യ ദർശനം അത്തരത്തിലുള്ള ഒരു പദ്ധതിയിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാം, തമിഴകത്ത് BJP ഇപ്പോൾ പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ അണ്ണാമലയാണ്. പക്ഷേ ഇതിന് തൊട്ട് മുൻപ് BJPക്ക് അവിടെ വേരോട്ടം ഉണ്ടാക്കി കൊടുത്തത് നിലവിലെ കേന്ദ്ര മന്ത്രിയായ L മുരുകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വീരവേൽ വെട്രിവേൽ എന്ന ഒരു രാഷ്ട്രീയ യാത്ര അത് തമിഴകത്തുണ്ടാക്കിയ ഓളം ചെറുതായിരുന്നില്ല. അങ്ങനെ വടക്ക് നിന്നും രാമൻ തെക്കോട്ടേക്ക് തിരിച്ചെത്തുമ്പോൾ സ്വന്തം രാജ്യം നിലനിർത്താൻ മുരുകനല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ള ഒരു ബോധം ഇപ്പോൾ DMK സർക്കാരിന് വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഹിന്ദു വിരുദ്ധനായ സ്റ്റാലിൻ തന്നെ ഇതിനൊക്കെ മുന്നിട്ടിറങ്ങുമ്പോൾ തീർച്ചയായും അത് ഒരു തരത്തിൽ നമുക്ക് പരിഹസിക്കാനും സാധിക്കും. അങ്ങനെ BJP തമിഴകത്ത് പച്ചപിടിച്ച് തുടങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പണ്ട് BJPക്കെതിരെ പ്രയോഗിച്ചിരുന്ന അതേ ഹിന്ദുത്വ കാർഡ് തന്നെയാണ് DMK സർക്കാരും ഇറക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.